ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. എൻ്റെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 1. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമല്ലേ. എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പുത്തൻ ഉടുപ്പും ഇട്ട് പോകുന്ന ദിവസമാണ്. ഇന്ന് പോകാൻ എല്ലാ കുട്ടികൾക്കും ഭയങ്കര സന്തോഷമാണ്. ചക്കി അതുപോലെ ഭയങ്കര സന്തോഷത്തിൽ ഒരുങ്ങി നിൽക്കുവാണ് സ്കൂളിൽ പോകാൻ വേണ്ടി. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പം ചക്കിക്ക് ഈ സന്തോഷമൊന്നും കാണില്ല. അന്നേരം പിന്നെ അവനിക്ക് മടി തുടങ്ങും. ഇപ്പം പുതിയ ഉടുപ്പും ഇട്ട് പുതിയ ബാഗും ഒക്കെ കൊണ്ടുപോകാനുള്ളൊരു സന്തോഷമാണ്. ഞാനും ചക്കിയും കൂടെ ചക്കിയുടെ സ്കൂളിൽ പോവാണ്. എന്തായാലും ഇന്ന് ജൂൺ 1 മഴയില്ലായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. അല്ലെങ്കിൽ നല്ല മഴയല്ലേ പിള്ളേർ സ്കൂളിലേക്ക് പോകുമ്പോൾ. നിങ്ങളുടെ എല്ലാവരുടെയും കുട്ടികൾ സ്കൂളിൽ പോയോ? അവരുടെ കൂട്ടത്തിൽ നിങ്ങളും പോയോ? ഒരു പ്രത്യേക സന്തോഷമല്ലേ പിള്ളേർ സ്കൂളിൽ പോകുന്ന കൂട്ടത്തിൽ നമുക്കും അന്ന് ഓപ്പണിംഗ് ദിവസം പോകുന്നത്. എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കിച്ചുമോനിക്ക് ഇതുപോലെ എല്ലാ വർഷവും പോകുമായിരുന്നു. അപ്പം ചക്കിയുടെ കൂടെ ആയപ്പം ചക്കിയുടെ കൂടെ വരാൻ തുടങ്ങി. അന്നേരം പിന്നെ അവൻ കോളേജിലായല്ലോ. കിച്ചുമോൻ പഠിക്കുന്ന സമയത്ത് ഞാൻ അവൻ്റെ എല്ലാ ക്ലാസ്സുകളിലും അവൻ്റെ കൂടെ പോകുമായിരുന്നു. 7ലും 8ലും പഠിക്കുമ്പോൾ മാത്രം പോയില്ല. അന്നേരം ആ കൊറോണ സമയമായിരുന്നത് കൊണ്ട് സ്കൂളില്ലാതിരുന്നത് കൊണ്ട് അല്ലാത്ത എല്ലാ വർഷവും ഞാനും അവർക്കൊപ്പം തന്നെ പുതിയ ഡ്രസ്സ് എടുക്കുകയും അതിട്ടുകൊണ്ട് ഞാൻ അവരൊപ്പം തന്നെ പോവുകയും ചെയ്യും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം ചക്കീനെ LKG ചേർത്തപ്പം മുതൽ ഞാൻ ചക്കിയുടെ കൂടെ തന്നെ വരും. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ചക്കിക്ക് എടുക്കുന്നപ്പോൾ എനിക്കും എടുക്കും, ഞാനും വരും. ഒരു പ്രത്യേക സന്തോഷമാണ് സ്കൂൾ തുറക്കുന്നതെന്ന് കുട്ടികളുടെ ഒപ്പം തന്നെ സ്കൂളിൽ പോകാൻ വേണ്ടി. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? നിങ്ങളൊക്കെ അങ്ങനെ പോകാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ ചക്കി പഠിക്കുന്ന ഈരാറ്റുപേട്ട അൽമിനാർ പബ്ലിക് സ്കൂളിലാണ്. ഇത് അൽമിനാർ സ്കൂളാണ്. ഭയങ്കര ക്രൗഡായിരുന്നു. ഇന്നത്തെ റീ ഓപ്പണിംഗ് ഡേയിലെ ചീഫ് ഗസ്റ്റ് അൻസാർ നെടുമ്പാശ്ശേരി ആയിരുന്നു. ആക്ടറാണ്, ഡയറക്ടറാണ്, സിംഗറാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പ്രിൻസിപ്പൽ റസിയ മാമിന്റെ ഒരു ചെറിയ ആമുഖ പ്രസംഗം ഉണ്ടായിരുന്നു. അതിൽ മാതാപിതാക്കളെക്കുറിച്ചും മക്കളെക്കുറിച്ചുമായിരുന്നു. നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെയാ വളർത്തേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു ആമുഖ പ്രസംഗമായിരുന്നു. അതിൽ പറയുന്ന ഒരു വിഷയമാണ് മാം, നമുക്ക് കിട്ടാതെ പോയതും നമ്മൾക്ക് ആകാൻ പറ്റാതെ പോയതൊന്നും നമ്മുടെ മക്കളിൽ അടിച്ചേൽപ്പിക്കരുതെന്ന്. അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അവരെ നമ്മൾ നല്ല മക്കളായി സമൂഹത്തിന് മാതൃകയായി വേണം വളർത്തേണ്ടത്. നമുക്ക് പണ്ട് കിട്ടാതെ പോയെന്ന് കരുതി നമ്മൾ നമ്മുടെ മക്കളെ ഒരു ബുദ്ധിമുട്ടും അല്ലലും അറിയിക്കാതെ കടവും ബാധ്യതകളും ഒക്കെയായി ഒരുപാട് പേരൻസ് ഉണ്ട് മക്കളെ വളർത്തുന്നത്. പക്ഷെ നമ്മുടെ ഇല്ലായ്മകളും എല്ലാം അറിഞ്ഞു വേണം നമ്മൾ നമ്മുടെ മക്കളെ വളർത്താൻ. നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതനുസരിച്ച് വേണം അവർ ജീവിക്കാൻ. ഞാൻ എൻ്റെ 2 മക്കളെയും അങ്ങനെ തന്നെയാണ് വളർത്തുന്നത്. ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കും, നമ്മളെക്കാട്ടിലും മുകളിലുള്ളവരുടെ ജീവിതമല്ല നോക്കേണ്ടത്, നമ്മളെക്കാട്ടിലും താഴെയുള്ളവരുടെ ജീവിതം വേണം നിങ്ങൾ നോക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അള്ളാഹു നിങ്ങൾക്ക് എന്ത് നല്ലൊരു ജീവിതമാണ് തന്നിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് അള്ളാഹുവിനെ എപ്പോഴും നിങ്ങൾ സ്തുതിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെ 12:30 ആയപ്പോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. ചക്കിയെ പുതിയ ക്ലാസ്സിലേക്കൊക്കെ മാറ്റി. അതെല്ലാം കഴിഞ്ഞ് ചക്കി പറഞ്ഞ് ചക്കിക്ക് ബലൂൺ വേണമെന്ന്. അപ്പൊ ഞാൻ അവിടെ വെച്ചിരുന്ന ബലൂൺ ചക്കിക്ക് പറിച്ചു കൊടുക്കുവാണ്. അതിന് ഭയങ്കര ബലമായിരുന്നേ. അപ്പോഴേക്കും കുറെ കുട്ടികൾ അടുത്ത് വന്ന് ഞങ്ങൾക്കും കൂടെ പറിച്ചു തരാമോ എന്ന് ചോദിച്ച്. അപ്പം പിന്നെ അവർക്കും ഒക്കെ കൊടുത്തു. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണാറാണെന്ന് എനിക്കറിയാവേ. കാണുമ്പോൾ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.